ഹായ് ഹലോ ഗൈസ്, ഞാൻ സ്വന്തം അച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സെലക്ഷന് പോയി, അത് പറയാനേ വന്നു. അങ്ങനെ നമ്മൾ നേരെ പയ്യാർക്ക് പോയി. പയ്യാരുന്ന് അനിയന് മുടി വെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ മുടി വെട്ടാൻ കയറി. അങ്ങനെ ചെക്കൻ മുടി വെട്ടി ഫ്രീക്കാകുന്നുണ്ട്. അങ്ങനെ പയ്യാരുന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ട്രെയിനാണ് പോകുന്നത്. 5:45 ട്രെയിൻ. അപ്പോൾ നമ്മൾ ഒരു 2:45 ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഒരു 4 മണിയായപ്പോഴത്തേന് നമ്മൾ കണ്ണൂർ റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോയി ടിക്കറ്റ് കൊടുത്ത് നമ്മൾ റെയിൽവേ പോയിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്നു. 5:45 ട്രെയിൻ ഉണ്ടായത്. അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ ട്രെയിൻ കയറുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്തേക്കുള്ള. അപ്പോൾ നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതിൽ നമ്മൾ കയറി. അപ്പോൾ ഒരു 6-7 മണി വരെ ഒരു സീറ്റൊന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ അങ്ങേയറ്റത്തും ഞാൻ ഈ നടുക്കുമായിപ്പോയി. അത് കഴിഞ്ഞ് ഒരു കോഴിക്കോട് എത്തിയപ്പോൾ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടത്. കണ്ടില്ലേ, 2 ഏട്ടന്മാർ വർത്താനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിന്നെയും കുറേ നേരം ഇരുന്നിരുന്ന് 1 മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ, പക്ഷേ 1 മണി 1:45 നമ്മൾ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അതിൽ വേറൊരു കൂട്ടുകാരൻ മലപ്പുറത്ത് നിന്ന് കൂട്ടുകാരനെ കാണാൻ വേണ്ടി കോട്ടയം വരെ വന്നു മഴയത്ത്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴും നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി മാത്രമേ ഉണ്ടായുള്ളൂ, കറിയൊന്നും വാങ്ങാൻ പറ്റില്ല. നമ്മൾ 1 മണി 2 മണിയായപ്പോൾ സ്ഥലത്തെത്തിയത്. അപ്പോൾ അനിയനും ഫസ്റ്റ് ടൈം വന്ന്. അപ്പോൾ അവനും ഉറക്കമൊന്നും കിട്ടുന്നില്ല, അവനവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇരുന്നും കിടന്നും ഒരു ചായയെല്ലാം കുടിച്ച് നേരം 4:45 നമ്മൾ നേരെ ബസ്സിൽ കയറി. അപ്പോൾ സെൻറ്റ് തോമസ് കോളേജ് പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്രെയിൽസ് നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ട്രെയിൽസ് 10 മണിക്കാണ്. അപ്പോൾ നമ്മൾ 5:45 സ്ഥലത്തെത്തി. അപ്പോൾ നേരം വെളുക്കുന്ന മുമ്പ് ഒന്നും കഴിക്കാനും ഇല്ലാതെ നമ്മളവിടെ കുറേ നേരം ഇരുന്നു. അങ്ങനെ നേരം വെളുത്തു. എന്നിട്ടും സമയമായിരുന്നു ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. കോളേജിൻ്റെ ഉള്ളിൽ പോയിരുന്നു. അപ്പോൾ 10 മണി ആയില്ല. അതിന് മുമ്പ് നമ്മൾ അവിടെ പോയിരുന്നു. എന്നിട്ട് ഗ്രൗണ്ടെല്ലാം നോക്കിയിരുന്നു. അപ്പോഴത്തേനും നല്ല മഴയായിരുന്നു അവിടെ. അങ്ങനെ പറപ്പുറപ്സിൻ്റെ സെൽറ്റേഴ്സ് വന്നു. അപ്പോൾ ഞങ്ങൾ കിറ്റെല്ലാം ചെയ്ത് റെഡിയായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടീമെല്ലാം മാറ്റി നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ടീമാക്കി നിർത്തി നമ്മളെ കളിപ്പിച്ച് നോക്കി. അപ്പോൾ അനിയനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ കുറേ നേരം നമ്മളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹാഫ് ടൈം വരെ നല്ല കളിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഫ് കഴിഞ്ഞ് കളി കുറച്ച് ലോ ആയിപ്പോയി. അപ്പോൾ തിരിച്ച് നമ്മൾ കണ്ണൂർക്ക് കയറിയപ്പോൾ 5-6 മണിയായിപ്പോയി. അപ്പോൾ അന്നത്തെ ദിവസം 12 മണി കഴിഞ്ഞാലേ നമ്മൾ കണ്ണൂർ എത്തുള്ളൂ. അപ്പോൾ അനിയനും ഉറക്കില്ല, എനിക്കും ഉറക്കുണ്ടായില്ല. അപ്പോൾ ഞാൻ സെലക്റ്റായില്ല. അപ്പോൾ ഞാൻ ഇനിയും സെലക്റ്റിന് പോകുന്നതായിരിക്കും. അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്.